സിന്ദൂരരേഖ ഭാഗം 70. തിരക്കായിരുന്നു. എന്നത്തെയും പോലെ. രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ പിന്നെ വൈകിട്ട് അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകും തിരിച്ചിറങ്ങാനായിട്ട്. അതുപോലെ തിരക്കായിരുന്നു. അതിനിടയിൽ ക്യാമ്പൊക്കെ നടത്താനും പോകാറുണ്ട്. അങ്ങനെ പതിവ് പോലൊരു ദിവസം രാവിലെ ക്യാബിനിലിരിക്കുന്ന സമയം രോഗികളുടെ തിരക്കിനിടയിൽ നിൽക്കുമ്പോഴാണ് ഒരു ഫോൺ കോള്. ഹോസ്പിറ്റലിലെ ടെലിഫോണിലേക്ക്. ഇടയ്ക്ക് വയ്യാത്ത രോഗികൾ ആശുപത്രിയിലേക്ക് വിളിക്കും. അതുകൊണ്ട് അത്യാവശ്യമാണെങ്കിലോ എന്ന് കരുതിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ഡോക്ടർ മാനവമ്മ ഹിയർ. എടുത്ത പാടെ അവൻ പറഞ്ഞു. സർ, ഒരു വിസിറ്റർ ഉണ്ട്. നോക്കുമ്പോൾ വിളിച്ചിരിക്കുന്നത് റിസപ്ഷനിൽ നിന്നാണ്. ഇപ്പോൾ പേഷ്യൻസ് ഉണ്ട് ഷിക. അത് കഴിയാതെ പറ്റില്ലെന്ന് പറയും. ഒന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയൂ, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയും. അത് പറഞ്ഞ് അവൻ തിരക്ക് പിടിച്ച് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. തിരക്കൊന്ന് ഒതുങ്ങിയപ്പോൾ വീണ്ടും റിസപ്ഷനിൽ നിന്ന് കോള് വന്നു. ഇത്തവണ ഫ്രീ ആയതുകൊണ്ട് അവൻ MD റൂമിലേക്ക് വരാൻ പറഞ്ഞു. അവൻ്റെ ക്യാബിനിൽ നിന്ന് MD റൂമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാനാവും. അവൻ അങ്ങോട്ടേക്കിരുന്നു. മേ ഐ ഗെറ്റ് ഇൻ ഡോക്ടർ എന്ന് ശബ്ദം കേട്ടപ്പോൾ മനു മുഖം ഉയർത്തി നോക്കി. അത്യാവശ്യം പ്രായമുള്ള ഒരു വ്യക്തി, നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളത്. അദ്ദേഹത്തെ ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ എവിടെയോ കണ്ടു മറന്നതുപോലെ തോന്നി അവന്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. മനു പറഞ്ഞപ്പോൾ അയാൾ അവൻ്റെ മുന്നിലുള്ള കസേരയിലേക്കിരുന്നു. ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ? ഇല്ല, ഐ എം ജസ്റ്റ് ഗോയിങ് ത്രൂ മൈ മെമ്മറീസ്. എവിടെയോ കണ്ടു മറന്നതുപോലെ. മനു പുഞ്ചിരിയോടെ തന്നെ നെറ്റിയിലൊന്ന് തടവിക്കൊണ്ട് ആലോചിക്കും പോലെ പറഞ്ഞു. ഐ എം ഡോക്ടർ സിറിൽ, ഹെവൻ ഹോസ്പിറ്റൽസിൻ്റെ MD ആണ്. അയാൾ അവന് നേരെ കൈനീട്ടി. ഓ, ഐ നോ, സോറി സാർ എന്ന് പറഞ്ഞ് അവൻ അയാൾക്ക് നേരെയും കൈനീട്ടി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. സാറാണ് വന്നതെന്ന് അറിയില്ലായിരുന്നു. വിസിറ്റർ എന്ന് പറഞ്ഞപ്പോൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി ഞാൻ. ഇറ്റ്സ് ഓക്കെ മാനവ്. സിറിൽ പുഞ്ചിരിച്ചു. സാർ എന്താ വന്നതെന്ന് പറഞ്ഞില്ല. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് നോട്ട് ഇൻ ദിസ് അറ്റ്മോസ്ഫിയർ. നമുക്ക് എപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റുക? ഗൗരവത്തോടെ സിറിൽ ചോദിച്ചതും മനു ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. സൺഡേ ഈവനിങ്? ഓക്കെ, തൻ്റെ ടൈം കളയുന്നില്ല. സൺഡേ ഈവനിങ് കാണാം. അത് പറഞ്ഞ് അപ്പോൾ തന്നെ സിറിൽ ഡോക്ടർ അവന് കൈ കൊടുത്തു പോവുകയും ചെയ്തു. മനു ആണെങ്കിൽ ഒന്നും മനസ്സിലാവാത്തതുപോലെ ആയിപ്പോയി. പെട്ടെന്ന് അയാൾ വരുന്നു, കാണണമെന്ന് പറയുന്നു. ഒക്കെ കൂടി ആകെ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ മനുവിനെ തന്നെ തോന്നി. എങ്കിലും അത് കാര്യമാക്കാതെ അവൻ വീണ്ടും തൻ്റെ ജോലി ചെയ്യുന്നതിനായിട്ട് പോയി. വീട്ടിലേക്ക് എത്തുമ്പോഴും മനു ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുമായിരുന്നു. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. ഉണ്ണി കോട്ടയത്ത് പഠിക്കുവാണ്, അവസാന വർഷം. എന്താ മനു, വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ആകെ ഡെസ്പാണല്ലോ. അമ്മ ചോദിച്ചതും മനു അമ്മയെ ഒന്ന് നോക്കി. ഇന്ന് എന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു അമ്മ. ആര്? ഡോക്ടർ സിറിൽ. അമ്മ അറിയും, ഹെവൻ ഹോസ്പിറ്റൽസിൻ്റെ MD ആണ്. അയാൾ എന്തിനാ നിന്നെ കാണാൻ വന്നത്? അത് പറഞ്ഞില്ല. അയാൾ വന്നെന്നോട് ഈ സൺഡേ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പം പോലെ. എന്ത്? ഈ ഹെവൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹോസ്പിറ്റലായിരുന്നു. ബട്ട് ഇപ്പോൾ അട്ടർ ഫ്ലോപ്പാണ്. ആകെ താറുമാറായി. ഡോക്ടേഴ്സൊക്കെ കുറവാണ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഐ തിങ്ക് ഹി കെയിം ടു ഡിസ്കസ് അബൌട്ട് എ ടേക്ക് ഓവർ. എനിക്കും തോന്നി. ഈ ഹെവൻ ഹോസ്പിറ്റൽസ് അക്വയർ ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കുമോ? അമ്മ അവനോട് തിരികെ ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. നോക്കട്ടെ എങ്ങനെ വരുമെന്ന്. കയ്യിലുണ്ടായിരുന്ന കപ്പിലെ ചായ കുടിച്ചുകൊണ്ട് അവൻ ആലോചനയോടെ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച വന്നു. അന്നൊരു ദിവസം മാത്രമാണ് മനുവിന് അല്പമെങ്കിലും ഒരു റെസ്റ്റ് കിട്ടുന്നത്. അന്ന് ഉച്ചവരെ മാത്രം മനു ഹോസ്പിറ്റലിലുണ്ടാകും. ബാക്കി സമയം വീട്ടിൽ തന്നെ ഇരുന്ന് ഫയലുകളൊക്കെ ചെക്ക് ചെയ്യും. അമ്മയുടെ കൂടെ പുറത്തു പോകും, അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച സിറിൽ സാറിനെ കാണാൻ വേണ്ടിയിട്ട് മനു പോകാൻ തയ്യാറാവുകയാണ്. അമ്മയോട് പറഞ്ഞതിന് ശേഷം അവൻ ഇറങ്ങി. മാനവനോട് വരാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായോ? ആഡംബരമായൊരു റിസോർട്ടിൻ്റെ പുറകിലെ ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കസേരയിലേക്ക് അവനെ ഇരുത്തിക്കൊണ്ട് സിറിൽ സാർ അവനോടായി ചോദിച്ചു. ഹേയ്, നോ സാർ എന്ന് പറഞ്ഞ് മനുവും അയാൾക്ക് തിരികെ ഒരു പുഞ്ചിരി മടക്കി നൽകി. സാർ വരാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചായ കുടിക്കുന്നതിനിടയിൽ ഇത്ര നേരമായിട്ടും അയാൾ എന്താണ് കാര്യം എന്ന് പറയാത്തത് കൊണ്ട് തന്നെ മനു അങ്ങോട്ടേക്ക് കാര്യം എന്താണെന്ന് എടുത്തു ചോദിച്ചു. ഐ തിങ്ക് കാര്യം എന്താണെന്ന് ചിലപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി കാണും. ഡോക്ടർക്ക് അറിയാലോ, ഹെവൻ ഹോസ്പിറ്റൽസ് ഇപ്പോൾ അല്പം നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പം നഷ്ടമെന്ന് പറയാൻ പറ്റില്ല, വലിയ രീതിയിലൊരു നഷ്ടം തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ കാരണം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. മുഖവരയോടുകൂടി സിറിൽ സാർ പറഞ്ഞു തുടങ്ങിയതും താൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് അയാൾ പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് മനുവിന് ഏകദേശം ഒരു ധാരണ കിട്ടി. ഒരു ടേക്ക് ഓവർ ആണോ സാർ ഉദ്ദേശിക്കുന്നത്?
യെസ്. മനു അങ്ങോട്ട് ചോദിച്ചപ്പോൾ തന്നെ അയാളുടെ ഉത്തരവും എത്തിയിരുന്നു. അത് കേട്ടതും മനു അല്പസമയം ഒന്ന് ആലോചിച്ചു. മാനവൊന്നും പറഞ്ഞില്ല. സർ, ഇതിൻ്റെ എക്സ്പെൻസ്, അതായത് ഇൻക്ലൂഡിങ് എക്യുപ്മെൻറ്റ്സ് എത്ര വരും? മനു തിരികെ ചോദിച്ചു. ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, എങ്കിലും ഏകദേശം ഒരു 50 CR അടുത്ത് വരും. അയാൾ പറഞ്ഞതും മനു ഒന്ന് ആലോചിച്ചു. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം മനു അയാളോട് ചോദിച്ചു. അയാൾ സമ്മതം പറഞ്ഞതും അന്നേരത്തേക്ക് അവർ പിരിഞ്ഞു. അമ്മയോട് വന്ന് കാര്യം പറഞ്ഞപ്പോൾ അമ്മ എന്താണെന്ന് വെച്ചാൽ കണ്ടറിഞ്ഞ് ചെയ്യാനാണ് അവനോട് പറഞ്ഞത്. ഉണ്ണിയോട് പറഞ്ഞപ്പോഴും അവൻ എക്സ്പെൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ലാഭമാണ് എന്നാണ് പറഞ്ഞത്. മനുവിനും അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് കൊണ്ട് അത് ഏറ്റെടുക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. സിറ്റിയുടെ അത്യാവശ്യം മൊത്തം നടുക്കായിട്ട് തന്നെയാണ് ഹെവൻസ് ഹോസ്പിറ്റൽസ് വരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഒരു സ്ഥലം വാങ്ങണമെങ്കിൽ പോലും കോടികൾ നൽകേണ്ടി വരും. അതുകൊണ്ട് എങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ച് നോക്കിയാലും ഈ ഒരു ഡീൽ നല്ലൊരു കാര്യം തന്നെയാണ് എന്നായിരുന്നു മനുവിൻ്റെ മനസ്സിലും തോന്നിയത്. അത് തുടങ്ങിക്കഴിഞ്ഞത് പിന്നെയും മനുവിൻ്റെ തിരക്കുകളും കൂടാൻ തുടങ്ങി. ആ ഒരു ഹോസ്പിറ്റല് മനു ഏറ്റെടുത്തതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യവും കൂടി ഉണ്ടായിരുന്നു. കാരണം ഇനി 1-2 മാസം കഴിയുമ്പോഴേക്കും ഉണ്ണിയും മെഡിസിൻ പഠിച്ചിറങ്ങും. അപ്പോൾ എന്തായാലും ഇപ്പോഴുള്ള വർമ്മ ഹോസ്പിറ്റൽസിൻ്റെ ബ്രാഞ്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഉണ്ണിയെ ഏൽപ്പിച്ച് ഇപ്പോൾ പുതിയതായി തുടങ്ങുന്നത് മനു നടത്താം എന്നുള്ളൊരു പ്ലാനുമായിരുന്നു അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് വർമ്മ ഹോസ്പിറ്റൽസിൻ്റെ 2ാമത്തെ ബ്രാഞ്ച് തുടങ്ങാനുള്ള തിരക്കുകളിലേക്ക് മനു ഊളിയിട്ടു. അങ്ങനെ 3 മാസം കൊണ്ട് വർമ്മ ഹോസ്പിറ്റൽ എന്ന പേരിൽ തന്നെ ഒരു ബ്രാഞ്ച് അവിടെ തുടങ്ങി. മനു കൺസൾട്ടേഷനൊക്കെ അങ്ങോട്ട് മാറ്റി. അപ്പോഴും അവർ പറഞ്ഞിരുന്നത് പോലെ തന്നെ സിറിൽ ഡോക്ടറുടെ ഒരു കണ്ണ് അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ സിറിൽ സാറിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. 1 വർഷത്തിനുള്ളിൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാം എന്നായിരുന്നു എഗ്രിമെൻറ്റ്. പക്ഷേ അതുവരെ ഹോസ്പിറ്റലിൻ്റെ പേര് ഹെവൻസ് എന്ന് തന്നെ തുടരും. പിന്നെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസൊക്കെ ഒരു മേൽനോട്ടം സിറിൽ സാറിനുണ്ടാകും എന്നും പറഞ്ഞു. അവർ ഈ 2 ഡിമാൻഡാണ് മുന്നിലേക്ക് വെച്ചത്. പക്ഷേ അതിൽ ഹെവൻസ് എന്ന പേര് മാറ്റണം എന്ന് തന്നെ മനു പറഞ്ഞു. പകരം ഓണർഷിപ്പ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട എന്നും മനു പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് പ്രകാരം 3 മാസത്തിനുള്ളിൽ തന്നെ കുറച്ച് പൈസ കൊടുത്ത് ഒരു എഗ്രിമെൻറ്റ് വെച്ചു. അങ്ങനെ ഹെവൻസ് ഹോസ്പിറ്റൽ മാറി വർമ്മ ഹോസ്പിറ്റലിൽ നിന്നാക്കാൻ തുടക്കം കുറിച്ചു. മേ ഐ കമിൻ സർ? ഒരു ദിവസം ക്യാബിനിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വാതിൽ തുറന്നുകൊണ്ട് ഒരു പെണ്ണിൻ്റെ ശബ്ദം. വാതിൽക്കൽ അത്യാവശ്യം സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി. യെസ്, കമിൻ. അനുവാദം കൊടുത്തതും അവൾ അകത്തേക്ക് കയറി. സർ, ഐ ആം അനവദ്യ PS. ന്യൂ അപ്പോയിൻമെൻ്റ് ആണ്. സ്റ്റാഫ് നേഴ്സായിട്ട് സാറിനെ കാണാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഓ, ഓക്കെ. ഗിവ് മി യുവർ ഫയൽസ് എന്ന് പറഞ്ഞ് മനു അവളുടെ ഫയലുകളെല്ലാം വാങ്ങി പരിശോധിച്ചു. ഓക്കെ, യു ക്യാൻ ജോയിൻ ഫ്രം ടുമാറോ. തിരികെ ഫയൽ അവളുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ ആ പെൺകുട്ടി നന്ദി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. പക്ഷേ അവൾ പോകുമ്പോഴും മനുവിൻ്റെ കണ്ണുകളും അവൾക്ക് പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം മുതൽ അവൾ പറഞ്ഞതുപോലെ തന്നെ ജോയിൻ ചെയ്തു. ICUവിലായിരുന്നു അവൾക്ക് മിക്കവാറും ഡ്യൂട്ടി. ഇടയ്ക്ക് മാത്രം മനു കാണും. ഒരു പുഞ്ചിരിയിൽ മാത്രം സംസാരം ഒതുക്കും. റിസപ്ഷനിസ്റ്റായ ശിഖയുടെ ഫ്രണ്ടാണ് ആള്. 2 പേരും പോകുന്നതും വരുന്നതും ഒക്കെ ഒരുമിച്ചാണ്. ഇതെല്ലാം മനു ശ്രദ്ധിച്ചിരുന്നു. എന്തിനെന്നറിയില്ല, ഇന്ന് വരെ ഒരു പെൺകുട്ടിയോടും കാണിക്കാത്തതാണ് അവളോട് ചെയ്യുന്നത്. ഇടയ്ക്ക് വെറുതെ CCTV ഒക്കെ എടുത്തു നോക്കും. ഇങ്ങനെയൊക്കെ താൻ എന്തിനാ ചെയ്യുന്നതെന്നതിന് അവന് പോലും ഒരു ഉത്തരവില്ലായിരുന്നു എന്നതാണ് സത്യം. എങ്കിലും മനസ്സിൽ അവളോട് തോന്നിയ കുഞ്ഞൊരിഷ്ടം അവളോട് പറയാൻ പറ്റില്ല എന്നൊരു വാശി അവൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അവൻ തൻ്റെ സ്വഭാവം പോലെ ആ ഒരു ഇഷ്ടം പുറത്ത് പ്രകടിപ്പിച്ചില്ല. അങ്ങനെയുള്ളൊരു ദിവസം, അനു, നീ സാറിനോട് പറയാതെ എങ്ങനെയാ സാർ ഇഷ്ടം മനസ്സിലാക്കുക? നീ പോയി പറയാനു. ശിഖ അവളെ ഉപദേശിച്ചു. ഒന്ന് പോയാനു, എനിക്കൊന്നും വയ്യ. എനിക്ക് സാറിനെ കാണുമ്പോൾ തന്നെ പേടിയാവും. അനു തിരികെ പറഞ്ഞു. ഇങ്ങനെ പേടിച്ചിരിക്കാനാണെങ്കിൽ സാറിനെ വേറെ വല്ല പണച്ചാക്ക് കൊണ്ടുപോകും. നീ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി എന്നും പറഞ്ഞിരിക്കേണ്ടി വരും. നീ വെറുതെ ഇരിക്കും ശിഖ, സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. അത് പറഞ്ഞ് ശിഖയെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അനവദ്യ പോയിരുന്നു. നേഴ്സ് റൂമിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മാനവ് ഏതോ ഒരു പെൺകുട്ടിയുടെ കൂടെ അതുവഴി പാസ് ചെയ്തു പോകുന്നത് അനവദ്യ കാണുന്നത്. പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഞെട്ടലാണ് ഉണ്ടായത്. കാരണം ഇന്ന് വരെ മാനവ് ഏതെങ്കിലും ഒരു പെൺകുട്ടികളായിട്ട് സംസാരിക്കുന്നത്, അവരുടെ കൂടെ നടക്കുന്നതോ ഒന്നും അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കാഴ്ച അവളുടെ മനസ്സിനെ ഒന്നാകെ ഒന്നുലച്ചു കളഞ്ഞു. പിന്നീട് അങ്ങോട്ട് അവരെ 2 പേരെയും ഒരുമിച്ച് കാണുന്നത് ഒരു പതിവായിരുന്നു. പോകെ പോകെ അനു അറിഞ്ഞു അത് സിറിൽ സാറിൻ്റെ ഒരേ ഒരു മകളാണ്. സാനിയ എന്നാണ് പേര്. ആളിപ്പോൾ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന വർഷമാണ്.
പഠിച്ചു കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് കയറാനും സാധ്യതയുണ്ട് എന്നുള്ള സംസാരമൊക്കെ അനു ഓരോരുത്തർ പറഞ്ഞറിഞ്ഞിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാട്ടോ. ബൈ.